കന്യാകുമാരി എത്ര പോയാലും കണ്ടു തീരാത്ത നാട്. കടലും തീരവും കടലുകളുടെ സംഗമവും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലം. ഇന്ത്യയുടെ തെക്കേമുനമ്പായ കന്യാകുമാരിയിലെ പശ്ചിമ പൂർവഘട്ടങ്ങളുടെ സംഗമ ഭൂമി കൂടിയാണ്. എണ്ണിത്തീർക്കുവാൻ പറ്റാത്ത ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന ചോദ്യത്തിന് ഒരുത്തരം പറയാനില്ല. ചരിത്രവും ഐതിഹ്യങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന കന്യാകുമാരി ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൂടെയുള്ള രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം കന്യാകുമാരിയിൽ പൂർത്തിയായി. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്നതാണ് രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം. 77 മീറ്റർ ദൂരമുള്ള പാലത്തിന് 10 മീറ്റർ വീതിയും 133 അടി ഉയരവുമാണുള്ളത്. 37 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കണ്ണാടിപ്പാലം തമിഴ്നാട് മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തതോടെ സഞ്ചാരികളുടെ ഒഴുക്ക് ആരംഭിച്ചു. കടലിന്റെ നീലമയും പതഞ്ഞു നുരയുന്ന തിരകളും 133 അടി ഉയരത്തിൽ നിന്ന് ഇനി മുതൽ കാണാനാകും. വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന പാലം സഞ്ചാരികൾക്ക് നേട്ടമാണ്. കടലായതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് ഒരു വില്ലിന് സമാനമായ കമാനം പോലെയാണ് പാലം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഉപ്പുവെള്ളത്തെ ചെറുക്കുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശക്തമായ കടൽക്കാറ്റ്, ഉപ്പുവെള്ളം എന്നീ പ്രതിസന്ധികളെ പ്രതിരോധിക്കാൻ ചില്ലുപാലത്തിനാകും. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. സുതാര്യമായ ഗ്ലാസ് പ്രതലം ഉൾക്കൊള്ളുന്ന പാലം അതുല്യമായ ദൃശ്യാനുഭവം നൽകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിരുക്കുറളിന്റെ രചയിതാവ് തിരുവള്ളുവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് ത്രിവേണി സംഗമ ഭൂമിയിൽ തമിഴ്നാട് സർക്കാർ ഈ പാലം നിർമ്മിച്ചത്. ഇതോടെ സഞ്ചാരികളെത്തുന്ന 2 കേന്ദ്രങ്ങളിലേക്കും വേഗത്തിൽ സുരക്ഷയോടെ സഞ്ചരിക്കാനാകും. ആഴത്തിലുള്ള നീലാകാശത്തിന്റെയും തിളങ്ങുന്ന കടലിന്റെയും പശ്ചാത്തലത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് തിരുവള്ളൂർ പ്രതിമ. തന്റെ മാസ്റ്റർ പീസായ തിരുക്കുറളിന് പേരുകേട്ട ആദരണീയനായ തമിഴ് കവിയും പണ്ഡിതനുമായ തിരുവള്ളുവർക്ക് ഇത് ആദരാഞ്ജലി അർപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. തിരുക്കുറളിലെ 133 അധ്യായങ്ങളെ പ്രതീകപ്പെടുത്തുന്ന 133 അടി ഉയരത്തിൽ തിരുവള്ളൂർ പ്രതിമ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഭിമാനത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. 95 അടി ഉയരമുള്ള ഈ പ്രതിമ പൊരുൾ, ഇൻബാം എന്നീ വിഭാഗങ്ങളിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൊരുൾ എന്ന് പറഞ്ഞാൽ 70 അധ്യായങ്ങളും
ഇൻബാം എന്ന് പറഞ്ഞാൽ 25 അധ്യായങ്ങളും എന്നാണ് അർത്ഥം. 38 അടി ഉയരമുണ്ട് ഈ ഒരു പീഠത്തിന്. ഇത് അരാം വിഭാഗത്തിലെ അധ്യായങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ്. മണ്ഡപത്തിനുള്ളിൽ 140 പടികൾ തിരുവള്ളുവരുടെ പുണ്യപാദങ്ങളിലേക്ക് സഞ്ചാരികളെ നയിക്കുന്നു. ഏകദേശം 500ഓളം ശില്പികൾ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ പ്രതിമയ്ക്ക് ഉപയോഗിച്ച കല്ല് പട്ടുമലക്കുപ്പം, സിരുദാമൂർ, അംബാസമുദ്രം കുന്നുകളിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഈ ശിലാശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ നേരെ പോയത് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ലെമൂർ ബീച്ചിലേക്കാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗണപതിപുരം ബീച്ച് അല്ലെങ്കിൽ ലെമൂർ ബീച്ച്. അധികമാരും വന്നെത്താത്ത ഒരു സ്ഥലം കൂടിയാണ് ലെമൂർ ബീച്ച് എന്നറിയപ്പെടുന്നത്. അതിമനോഹരമായ ഈ ഒരു സ്ഥലം അതിശയിപ്പിക്കുന്ന കാഴ്ചകൾക്കും സന്ദർശകർക്ക് വിശ്രമിക്കാനും പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നല്ലൊരു അവസരം കൂടിയാണ് നൽകുന്നത്. കന്യാകുമാരിയിൽ വരുന്നവർ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ലെമൂർ ബീച്ച് എന്നറിയപ്പെടുന്നത്. മഡഗാസ്കറിൽ നിന്നുള്ളതും എന്നാൽ ഇന്ത്യയുടെ ഈ ഭാഗത്ത് കാണാത്തതുമായ ചെറിയ പ്രൈമേറ്റുകളായ ലെമറുകളുടെ പേരാണ് ഈ ഒരു ബീച്ചിന് നൽകിയിരിക്കുന്നത്. പച്ചപ്പും തെളിഞ്ഞ നീലവെള്ളവും കൊണ്ട് ചുറ്റപ്പെട്ട ബീച്ചിന്റെ ഭംഗി സന്ദർശകരെ ഒത്തിരി ആകർഷിക്കാറുണ്ട്. വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ ബീച്ച് സന്ദർശകർക്ക് വിശാലമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്നു. കന്യാകുമാരി ജില്ലയിലെ ഗണപതിപുരത്തുള്ള ഒരു ഹിഡൻ ബീച്ചാണ് ലെമൂർ. കടലിന്റെയും തീരത്തിന്റെയും സൗന്ദര്യം കൊണ്ട് മിനി തായ്ലാൻഡ് എന്ന ചുരുക്കപ്പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഈ ബീച്ചില് ഇളം നീല നിറത്തിലുള്ള കടൽ ജലവും പഞ്ചസാര തരി പോലുള്ള വെളുത്ത മണലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേച്ചിപ്പാറ അണക്കെട്ടിലെ വെള്ളം അറബിക്കടലിൽ ചേരുന്ന പ്രദേശമായതിനാലാണ് ഇവിടെ കടലിന് നിറവ്യത്യാസം ഉണ്ടാകാൻ ഇടയാക്കിയത്. ലെമൂർ ബീച്ചിന്റെ എൻട്രൻസ് ആണ് ഏറ്റവും മനോഹരം. കാരണം ബീച്ചിലേക്ക് നമ്മൾ കയറുന്ന വഴിയിൽ കേരളത്തിന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരവൃക്ഷങ്ങൾ തലയെടുപ്പോടെ നമ്മെ നോക്കി നിൽപ്പുണ്ട്. കൂടാതെ തൊണ്ട് കുതിർക്കാൻ ഇട്ടിരിക്കുന്ന കുളങ്ങളും ഇവിടെ കാണാം. അതാണ് ലെമൂർ ബീച്ചിന്റെ എൻട്രൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ മനോഹരമായ കേരവൃക്ഷങ്ങളും അതിനിടയിലൂടെയുള്ള ചെറിയ കുളങ്ങളും ചെടികളുമെല്ലാം കാഴ്ചയിൽ വിനോദസഞ്ചാരികളെ പെട്ടെന്ന് ആകർഷിക്കും. ലെമൂർ തീരത്തുള്ള കാറ്റാടി മരങ്ങളുടെ തണലിൽ ഇരുന്ന് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതും തണുത്ത കാറ്റ് കേൾക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അനുഭവം കൂടിയാണ്. ലെമൂർ ബീച്ചിന്റെ എൻട്രൻസ് ആണ് ഏറ്റവും മനോഹരം. കാരണം ബീച്ചിലേക്ക് നമ്മൾ കയറുന്ന വഴിയിൽ കേരളത്തിന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കേരവൃക്ഷങ്ങൾ തലയെടുപ്പോടെ നമ്മെ നോക്കി നിൽപ്പുണ്ട്. കൂടാതെ തൊണ്ട് കുതിർക്കാൻ ഇട്ടിരിക്കുന്ന കുളങ്ങളും ഇവിടെ കാണാം. അതാണ് ലെമൂർ ബീച്ചിന്റെ എൻട്രൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ മനോഹരമായ കേരവൃക്ഷങ്ങളും അതിനിടയിലൂടെയുള്ള ചെറിയ കുളങ്ങളും ചെടികളുമെല്ലാം കാഴ്ചയിൽ വിനോദസഞ്ചാരികളെ പെട്ടെന്ന് ആകർഷിക്കും.
ലെമൂർ ബീച്ചിൽ നിന്ന് നേരെ പോയത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്കായിരുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൺസെറ്റ് പോയിന്റിലേക്കായിരുന്നു. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രശസ്തമായ വീക്ഷണ കോണാണ് ഈ സൺസെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. മനോഹരമായ സൂര്യാസ്തമയത്തിന് പേരുകേട്ട ഈ പോയിന്റ് വിനോദസഞ്ചാരികളെയും ഒരുപോലെ ഈ ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കുന്നു. എത്ര തവണ പോയാലും വീണ്ടും വീണ്ടും പോകാൻ ഒരു മടിയുമില്ലാത്ത ഡെസ്റ്റിനേഷൻ കൂടിയാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ പുതിയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കാണാത്ത കാഴ്ചകൾ ധാരാളമുണ്ട് കന്യാകുമാരിയിൽ. പുതിയ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം.